സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ UDF നിലപാട് ഉടൻ ഉണ്ടാകും. 10:15 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത് പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. പരിപാടി ബഹിഷ്കരിക്കണമെന്നാണ് മുന്നണിയിലെ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ഇതിനിടെ CPM വിശ്വാസികൾക്കൊപ്പമെന്ന് ആവർത്തിച്ച് പറഞ്ഞു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയ്യപ്പ സംഗമത്തിൽ ആരും രാഷ്ട്രീയം കടത്തേണ്ട കാര്യമില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും അഭിപ്രായപ്പെട്ടു. ആ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസിയാണ്. വിശ്വാസികൾ ഉൾപ്പെടെയല്ലേ സമൂഹം. ഉള്ളതെന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്. CPM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വാസികൾക്കൊപ്പമാണ്. ഇന്നലെയുമാണ്, ഇന്നുമാണ്, നാളെയുമാണ്. താത്തി അവരോടത്ത് ഞാനിപ്പോൾ പോയിട്ടില്ല. ആരും ഇതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. എതിർപ്പ് രാഷ്ട്രീയമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എന്ന രൂപത്തിൽ ഇതിൽ വിഷയത്തിൽ കയറി ഇടപെടേണ്ട കാര്യമോ അഭിപ്രായമില്ല. അങ്ങനെ രൂപത്തിലല്ല ആലോചിച്ചിട്ടുള്ളത്. തികച്ചും അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി എന്ന രൂപത്തിലാണ് അത് ആലോചിച്ചിട്ടുള്ളത്. മന്ത്രിമാരും ജനപ്രതിനിധികളും അത് LDFിലും UDFിലും BJPയിലും പെട്ട ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടാവും. പിന്നെ അതിലെവിടെയാണ് രാഷ്ട്രീയം ഇരിക്കുന്നത്? ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ BJP ആൾക്കാരല്ലേ ക്ഷണിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ട്, സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യനും. ഈ 2 ആളുകളെയും ക്ഷണിക്കുന്നു. അവരെല്ലാം ഇവരുടെ പാർട്ടിയല്ലേ. അപ്പോൾ അതിൽ മറ്റേ രാഷ്ട്രീയം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമാണെന്ന് തോന്നുക. നമുക്കങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇത് തോന്നിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആതിഥേയ സംസ്കാരത്തിൽ കാണിക്കേണ്ട മര്യാദ എന്തോ അത് അവർ പാലിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. തിരുവനന്തപുരത്ത് R ശ്രീജിത്ത് വിവരങ്ങളുമായി ചേർന്നു. പറയൂ ശ്രീജിത്ത്, അല്പം സമയം മാത്രമേ ഉള്ളൂ അവരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ. വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള UDFിൻ്റെ നിലപാട് അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും പ്രഖ്യാപിക്കും. ആഗോള അയ്യപ്പ സംഗമത്തോടിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന വിലയിരുത്തൽ UDFിനുള്ളൂ. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തോട് അകലം പാലിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഈ UDF കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ബഹിഷ്കരണ ആഹ്വാനം പോലുള്ള കർശനമായ പദപ്രയോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തില്ല. കാരണം പ്രബല സമുദായ സംഘടനകളായ NSSും SNDPയും അടക്കം അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയമായ തിരിച്ചടികൾ കൂടി കണക്കാക്കിയാണ് UDF ഒരു സമീപനത്തിലേക്ക് എത്തുന്നത്. വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാട് UDF നേരത്തെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ശബരിമല യുവതി പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ. എന്നാൽ ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡ് നടത്തുന്ന നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന വിലയിരുത്തലാണ് UDFിനുള്ളത്. അതുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് UDF നേതൃത്വം എത്തുന്നത്. എന്തായാലും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിലപാട് അല്പസമയത്തിനകം UDF നേതൃത്വം പ്രഖ്യാപിക്കും. ഓക്കെ, താങ്ക് യു. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.